നമസ്കാരം. നാളെ ഇടവം 1 പുതിയ മാസം ആരംഭിക്കുകയാണ്. പുതിയ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനപരമായ നേട്ടങ്ങളിലേക്കും സൗഭാഗ്യങ്ങളിലേക്കും ഈ മാസം ഇവരെ നയിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ തേടിയെത്തുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് പല രീതിയിലും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ സമൂഹത്തിൽ അനുകൂലമായ കാര്യങ്ങൾ, അംഗീകരിക്കപ്പെടുന്നതായ പല കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പദവി നിങ്ങളെ തേടിയെത്താം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം, വിവാഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമാവുക അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അപൂർവമായ നേട്ടങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറാം. ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ, ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. മികച്ചതായ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു മാസമാണ് മുൻപിലുള്ളത്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ചില മാറ്റങ്ങൾ തേടിയെത്തുന്ന മാസമായി തന്നെ പരാമർശിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട് ബാധിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ, ദോഷകരമായി ബാധിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഒഴിഞ്ഞു പോവുകയും ഒരു പരിധിവരെ തടസ്സങ്ങൾ അകലുകയും ചെയ്യുന്ന സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് പോലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. മികച്ചതായ മാറ്റങ്ങൾ കടന്നു വരുന്ന സമയമാണ്. ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും പ്രമോഷൻ, ശമ്പള വർധനവ് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് മറ്റ് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അനുകൂലമായ പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്തോഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുഭവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്താനങ്ങൾ അഥവാ കുട്ടികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതിയിൽ അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സമയം അനുകൂലം തന്നെയാകുന്നു. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസം കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും സന്തോഷം, സമാധാനം നൽകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല തീരുമാനങ്ങളും ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. ഗുണകരമായ മാറ്റങ്ങൾ കടന്നു വരാം. ജീവിതത്തിൽ സന്തോഷം, സമാധാനം നിറയ്ക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ശുഭകാര്യങ്ങൾ തേടിയെത്താം. കൂടാതെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ
അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായി ചില കാര്യങ്ങൾ അനുകൂലമാകാം. തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും അകലുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അഥവാ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. തടസ്സങ്ങൾ നീങ്ങുന്നതായ സാഹചര്യം ഉള്ളതിനാൽ തന്നെ ബിസിനസ് പരമായും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം കഠിനമായ പല കാര്യങ്ങളും ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. സഹായങ്ങൾ ലഭിക്കുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും നിങ്ങൾക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന മാസമാണ്. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണ് എങ്കിൽ താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കും. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു മാസമായി തന്നെ പരാമർശിക്കാം. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലൂടെയും നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. പ്രധാനമായും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കൂടാതെ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. സഹോദരങ്ങൾ, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ആത്മബന്ധം മികച്ചതായി തീരാം. പുതിയ പദ്ധതികൾ ആരംഭിക്കുക, പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പലതരത്തിലുള്ള യാത്രകൾ നടത്തേണ്ടതായി വരാം. കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. സമ്പാദ്യം, നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഭാവി സുരക്ഷിതമാക്കുവാൻ സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ഭാഗ്യം തെളിയുന്നതായ പല സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ശുഭാപ്തി വിശ്വാസം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും ഗുണകരമായി മാറുന്ന സമയമാക്കുന്നു. കൂടാതെ വെല്ലുവിളികൾ വന്നു ചേരും എങ്കിലും ആ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും പ്രത്യേകതയാണ്. സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. നേട്ടങ്ങൾ അഥവാ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാണ്. വൈകാരികമായ പല മാറ്റങ്ങൾക്കും കാരണമായി തീരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു എങ്കിലും അത് നടക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസമായി ഇടവമാസത്തെ പരാമർശിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച മുന്നേറ്റങ്ങൾ നിങ്ങളെ തേടിയെത്താം. ആശങ്കകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിക്കും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി പ്രതീക്ഷിക്കുകയും അത് തുടർന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. ഗുണാനുഭവങ്ങൾ പല കാര്യങ്ങളിലും ബിസിനസ് പരമായും തൊഴിൽപരമായും വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായി നിങ്ങൾക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. പല ആശങ്കകളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലവിധ സഹായങ്ങൾ ഈ സമയം ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സഹായം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം അനുകൂലമാണ് എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതിൽ ആദ്യത്തേത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളാണ്. രണ്ടാമത്തേത് നിങ്ങളുടെ സംസാരമാണ്. സംസാര ശൈലി അല്പമൊന്ന് ശ്രദ്ധിക്കുക. ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ സംസാരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യതയുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കാം.
പലവിധ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്ന് ചേരാവുന്ന സമയമാകുന്നു. വരുമാന കാര്യത്തിലും വർധനവ് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രധാനമായും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വന്നു ചേരുക. ധനപരമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുക. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരിക. ആവശ്യമായ സഹായം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. പ്രധാനമായും അശ്രദ്ധ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം അഥവാ ആലസ്യം, അത്തരത്തിലുള്ള മനോഭാവം പൂർണ്ണമായും ഒഴിവാക്കി പ്രവർത്തിക്കേണ്ടതായ സമയമാണ്. കാരണം ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത ഈ സമയം ഒരല്പം കൂടുതലാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയം. ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പലവിധ മാറ്റങ്ങൾ തേടിയെത്താം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലാണ്. സാമ്പത്തിക സ്ഥിതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, സഹായങ്ങൾ ജീവിതത്തിൽ ലഭിക്കാവുന്നതായ സമയമാണ്. പ്രതീക്ഷിക്കുന്നതായ ധനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ജീവിതത്തിൽ പല വിധത്തിലും സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ആരോഗ്യം, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ജോലികൾ ചെയ്യുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ തരണം ചെയ്യുവാനും പ്രശ്നങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടും ചില വ്യക്തികളുടെ സഹായം കൂടുതലായും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അധ്വാനത്തിലൂടെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. സന്തോഷകരമായ, ശുഭകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ കൂടുതലായും വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സന്താന സൗഭാഗ്യത്തിന് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില പ്രവൃത്തികൾ ചെയ്യുക ശ്രമിക്കുകയാണ് എങ്കിൽ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ മാസം ഭാഗ്യം തുണയ്ക്കുന്നതായ മാസമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാവുന്ന സമയമാണ്. കാരണം പല കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിക്കുകയും എന്നാൽ അത് സാധിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചില കാര്യങ്ങളിലുള്ള ആലസ്യം, മടി നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സംശയമുണ്ട് എന്നതാണ് വാസ്തവം, അഥവാ ആശയക്കുഴപ്പങ്ങളുണ്ട്. എന്ത് ചെയ്യണം, എപ്രകാരം പ്രവർത്തിക്കണം എന്നറിയാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്നു ചേരാം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്നു ചേരുന്നതായ സമയമാകുന്നു. ജോലിക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാവുക, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക
തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പല വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിതമായ സഹായങ്ങൾ, പ്രതീക്ഷിക്കുന്നതായ പണം, ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. എന്നാൽ ഈ അവസരം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ സമയം ആലസ്യം, പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയമാകുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ നേരിടുന്നതായ ഒരു സമയമാണ്. കാരണം പല കാര്യങ്ങളും അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ ഒരു പരിധിവരെ വന്നു ചേരുവാൻ സഹായകരമായ മാസമായി തന്നെ ഇടവമാസം മാറാം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ അനുകൂലമായി തീരാം. ചെറിയ തർക്കങ്ങൾ വന്നു ചേരും, എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക, ചില കാര്യങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങി വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കുടുംബത്തോടൊപ്പമോ അല്ലാതെയോ യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഗുണാനുഭവങ്ങൾ ഒരല്പം വർദ്ധിക്കുന്നതായ സമയമാണ്. സമ്പാദ്യം, നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അമിതമായി ഉണ്ടാകുന്നതായ പലവിധ ചിന്തകൾ ഒഴിവാക്കുക, ചെലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ശുഭാപ്തി വിശ്വാസം വന്ന് ചേരുന്ന സമയമാണ്. ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണാം. വിദേശവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കാവുന്നതായ സമയമാണ്. പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക, സഹായമായി ലഭിക്കേണ്ടതായ ധനം അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല വഴികളിലൂടെയും ധനം കൈകളിൽ വന്നു ചേരാം. കാരണം ആവശ്യങ്ങൾ നടന്നു പോകുവാനുള്ള ധനം കൂടുതലായും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക.